അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ കാണിച്ചത്. ഇപ്പോൾ എൻ്റെ വീട്ടിലത്തെ വാതിലുകൾ ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള മണിച്ചിത്രത്താഴ് വാതിലും ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. അവിടെയുള്ള ചെറിയൊരു ക്രാക്ക് ആളുകൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും, ഒന്നും പറയാതെ അങ്ങനെ മാറി നിൽക്കും. നമ്മൾ ഇവിടെ കട്ടിലിനൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ചെറിയ ഒരു ആണി വന്നോർത്ത് ഇങ്ങനെ ഒരു ക്രാക്കോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് പരിഹരിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതെന്തായാലും മരത്തിന് ചെറിയ ഈ ചൂടുകാലത്തൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ചിലതിന് ഉണ്ടാവില്ല വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ മരത്തിൻ്റെ അനുസരിച്ചിട്ടാണ്. പരമാവധി എന്താ വെച്ചാൽ നിലമ്പൂർ തേക്കിലാണ് അത് കുറവ് വരുന്നത്, എന്നാലും വരാം. ഇതൊക്കെ നമ്മളിപ്പോൾ ക്വാളിറ്റിയുള്ള ഇപ്പോൾ ഈ ഡോറൊക്കെ വെച്ചിരിക്കുന്നതും നല്ല തേക്കിൽ ഇപ്പോൾ കോൺട്രാക്ടർ ഇപ്പോൾ നിലമ്പൂർ തേക്കിലും കാര്യങ്ങൾ കൊണ്ടെത്തി തന്നെയാണ് നമ്മുടെ വീട് ചെയ്യുമ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫർണിച്ചർ വെക്കുന്നതാണ് എല്ലാ വുഡുകൾക്കും ഈ ഒരു സംഭവം വരും. അപ്പോൾ നമുക്ക് തന്നെ ചെറുതായി പരിഹരിക്കാം. ആളുകൾ ഇപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ജനലോ വാതിലോ ഒന്നും നോക്കാതെ നമ്മളിപ്പോൾ ചെറിയൊരു പൈസയ്ക്കോ വലിയ പൈസയ്ക്കോ എടുത്തതിന് ചെറിയൊരു ഇങ്ങനത്തെ ക്രാക്കൊക്കെ വരുമ്പോഴേക്കും ഇതിപ്പോൾ എനിക്കിത് വാതിലിന് വന്നപ്പോൾ എനിക്കിത് ടെൻഷനില്ല. കാരണം നമ്മൾ ഈ ഫീൽഡായ കാരണം ഈ 100 രൂപയ്ക്ക് സാധനങ്ങളിൽ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. നമ്മൾ തന്നെ മെനക്കെട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. അതിന് നമ്മുടെ ഫോളോവേഴ്സ് കാണിച്ചെന്നാണ്. ഈ ഫീൽഡിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാതിലിൽ ഇങ്ങനെയൊക്കെ ക്രാക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടും. ലക്ഷങ്ങൾ കൊടുത്ത് ചിലവാക്കി വാതിലൊക്കെ ഇങ്ങനെ വരികയാണല്ലോ എന്ന്. അപ്പോൾ നമ്മളെ ഫോളോവേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. എൻ്റെ വീട്ടിൽ തന്നെയുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇങ്ങനെ എല്ലാ വീടുകളുടെയും വാതിൽ ജനൽ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾക്ക് നമ്മൾ വുഡൻ ഫർണിച്ചർ കൊടുക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതിങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലും ഇതന്നെ ചെയ്യാം കേട്ടോ. തേക്കിൻ്റെ ആയാലും അക്യൂഷയുടെ ആയാലും എവിടെ നിന്ന് എടുത്തതായാലും ഇത് ചെയ്യാം. ചില ആളുകൾ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്തപ്പോൾ എനിക്കത് വന്നിട്ടില്ല. അത് ഓരോ മരമാണ്. നമ്മളിപ്പോൾ ഇത് നമ്മളായിട്ട് തന്നെ, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ എല്ലാവരും ക്വാളിറ്റി പറയും. തേക്കുകൾ പലതും പല മൂപ്പനുസരിച്ച് പല ഇതിലായിരിക്കും ഉണ്ടാവുക. ഉറക്കുത്തി പൂവ് ചതൽ മറ്റേ പുതലിച്ച് പൂവൊക്കെ തേക്കിൻ്റെ വെള്ള വരുന്നതിൽ വരുന്നതാണ്, മൂക്കാത്തയിൽ. അല്ലാത്ത കാതൽ വരുന്നതിന് ഇങ്ങനെ ചൂട് തട്ടുമ്പോൾ പുറത്തുനിന്നുള്ള ചൂടും കാര്യങ്ങളും തട്ടുമ്പോൾ ഇങ്ങനത്തെ ജോയിൻറ്റുകൾ, അതേപോലെ അല്ലാത്ത പോലത്തെ വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ കുറയുമ്പോൾ അവിടെ ചെറിയ ക്രാക്കുകൾ ഉണ്ടാവാം. അത് നമ്മളിങ്ങനെ സൂപ്പർ ടെക്കും അതേപോലെ വാൾനട്ട് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. ഇപ്പോൾ കണ്ടോ, അത് അറിയില്ല. ഇപ്പോൾ ഈ ജോയിൻ്റൊക്കെ നോക്കിയപ്പോൾ കണ്ടോ, അറിയില്ല. അപ്പോൾ നമ്മളൊരു പോളിഷാറിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ പരിഹരിക്കാം കേട്ടോ. നമ്മുടെ ഫോളോവേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഉപകാരമുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.